ഹലോ എല്ലാവർക്കും നമസ്കാരം. ജോസ്മിയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. ഏതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മീഷോ. ഞാൻ ആദ്യമായിട്ടാണ് മീഷോയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ അബുദാബിയിലായിരുന്നല്ലോ. അബുദാബിയിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ സാധനങ്ങളെല്ലാം ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ മീഷോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര മീഷോക്കാർ ഒരുപാട് അഡ്വർടൈസ്മെന്റ് കൊണ്ട് വരുന്നുണ്ട്. അതായത് ഏറ്റവും ലോവസ്റ്റ് റേറ്റിൽ നല്ല ഡ്രസ്സുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും റീസെല്ലിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് ചെറിയ റേറ്റിന്, അതായത് 200, 300, 400 റേറ്റിൻ്റെ ഒക്കെ ഡ്രസ്സുകളൊക്കെ ഇവരുടെ അടുത്ത് കണ്ടപ്പം എൻ്റെ മനസ്സിൽ ആദ്യം തന്നെ പോയത് അത്രയും റേറ്റ് കുറച്ചൊക്കെ നല്ല ഡ്രസ്സൊക്കെ കൊടുക്കാൻ പറ്റുമോ, അതൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് കേട്ടോ. പക്ഷേ ഒരു ട്രയലിന് വേണ്ടിയിട്ട് എന്നാൽ ഒരു പരീക്ഷിക്കാമല്ലോ, എന്തായാലും ഇത്രയും ചെറിയ റേറ്റ് അല്ലേ ഉള്ളൂ എന്ന് കരുതിക്കൊണ്ട് ഒരു 500-ന് താഴെ റേറ്റുള്ള കുറച്ച് ഡ്രസ്സുകൾ ഞാൻ വാങ്ങും. കാരണം എനിക്ക് എന്തായാലും നമ്മളിപ്പോൾ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നതാണ്, പല ഡ്രസ്സുകൾ നമുക്ക് ഇടാനുണ്ട്. ഇപ്പോൾ നാട്ടിലൊക്കെ വരുമ്പോൾ കുറച്ച് കുർത്തകൾ, അവിടെ നമുക്ക് ജീനും ടോപ്പൊക്കെ ഇടാം. പക്ഷേ നാട്ടിൽ വരുമ്പോൾ കുറച്ച് ഞാൻ കുർത്തകൾക്കൊക്കെയാണ് കുറച്ച് പ്രയോറിറ്റി കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ കുറച്ച് കുർത്തകൾ ഇരിക്കട്ടെ എന്നൊക്കെ കരുതിക്കൊണ്ട് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. കാരണം വീട്ടിൽ കൂടെ ഒക്കെ ഇടാം, അല്ലെങ്കിൽ പുറത്തൊക്കെ അത്യാവശ്യം പോകുന്നതിനൊക്കെ, പുറത്ത് പോകാറില്ല പക്ഷെ അത്യാവശ്യം വേണേൽ പോകുന്നതിനൊക്കെ ഇടാലോ എന്നൊക്കെ കരുതി അങ്ങനെ വാങ്ങിയതാണ്. അപ്പം വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാലോ, ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് മീഷോയിൽ നിന്ന് ഇത്രയും ഡ്രസ്സുകൾ വാങ്ങുന്നത് കേട്ടോ. വാങ്ങിക്കഴിഞ്ഞിട്ട് അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ റേറ്റിലൊന്നുമല്ല ഒരു കാര്യം. ചെറിയ റേറ്റിൻ്റെ ആണെങ്കിലും നമ്മൾ മീഷോയിൽ നിന്നല്ല, ഏത് ആപ്പിൽ നിന്ന് നമ്മൾ എന്ത് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ റിവ്യൂ നോക്കണം. അല്ലാണ്ട് ചുമ്മാ നമ്മൾ കയറിയൊരു സാധനം വാങ്ങരുത്. റിവ്യൂ നോക്കി എല്ലാവരും അതിനെ ഓക്കെ ആണ് പറയുന്നതെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു സംഭവം വാങ്ങാം. കാരണം എല്ലാ ഡ്രസ്സുകളുടെയും തന്നെ താഴെ റിവ്യൂ കൊടുത്തിട്ടുണ്ടാവും. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, വാങ്ങിയവരെ അവർ പറയുന്നുണ്ടാവും ഇത് എങ്ങനെയാണോ ഉള്ളതെന്നുള്ളത്. അത് നോക്കിയിട്ട് വാങ്ങുള്ളൂ. അപ്പോൾ ഞാനും ആ റിവ്യൂ നോക്കിയിട്ടാണ് മീഷോൻ്റെ ആയാലും ആമസോൺ ആയാലും വേറെ ഏത് ആപ്പാണെങ്കിലും ഞാൻ റിവ്യൂ നോക്കിയിട്ട് മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. ആ റിവ്യൂ നോക്കി വാങ്ങിയതുകൊണ്ടാണ് തോന്നുന്നു എനിക്കിതിന് യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ചില ഫിറ്റിങ്ങിൻ്റെ, അതായത് കുറച്ച് ലൂസാണ് അല്ലെങ്കിൽ കുറച്ച് ടൈറ്റിനൊക്കെ ഇത് വന്നില്ല, ലൂസാണ്. കാരണം ഞാൻ മീഷോൻ്റെ കറക്റ്റ് സൈസാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പം നോർമലി നമ്മുടെ സൈസ് XL ആണോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ മീഷോയിൽ അത് ലാർജ് ആയിരിക്കും. അപ്പോൾ ആ സൈസ് കറക്റ്റ് ആയിരിക്കും നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മീഷോയിൽ നിന്ന് കയറി വാങ്ങുക. പലരും പറയാറുണ്ട് മീഷോയിലെ സാധനം വാങ്ങിയിട്ട് ലോക്കലായിട്ടുള്ളതൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല വീഡിയോസിൽ, അല്ലെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനിപ്പം മീഷോനെ സജസ്റ്റ് ചെയ്യാൻ നേരത്ത് പലരും പറയാറുണ്ട് കേട്ടോ. അപ്പം എനിക്ക് അവരോട് പറയേണ്ട കാര്യം, നമ്മൾ റിവ്യൂ നോക്കിയിട്ട് മാത്രമേ വാങ്ങാവുള്ളൂ. റിവ്യൂ നോക്കാതെ ഒരു ഡ്രസ്സ് പോലും നമ്മൾ വാങ്ങരുത്, എത്ര ചെറിയ റേറ്റിൻ്റെ ആണെങ്കിലും എത്ര വലിയ റേറ്റിൻ്റെ ആണെങ്കിൽ കൂടി. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ നമ്മുടെ മീഷോ ഡ്രസ് ഹോൾ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എല്ലാം തന്നെ ഞാൻ ഇട്ട് കാണിക്കുമെന്ന് പറയുന്നില്ല. എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങൾ ഇട്ട് കാണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ സൈഡിൽ ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അടുത്ത് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡ്രസ് കോഡും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കും ഞാൻ പറയുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അതൊക്കെ നിങ്ങൾ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് എപ്പോൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ്. ഇത് ഷോളും ഈ ഒരു ടോപ്പും കൂടെ സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. വാങ്ങിയത് ഇത് അങ്ങനെ സെറ്റായിട്ടാണ്. ഇത് അലീഷ പെറ്റൈറ്റാണോ പെറ്റിറ്റാണോ വുമൺ കുർത്ത സെറ്റ് എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ റേറ്റ് 605 എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ വാങ്ങാൻ നേരത്ത് ഇതിന് 585 ആ റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു സെറ്റല്ലേ, ഇതിൻ്റെ ഈ ഒരു കളർ ഫോട്ടോയിൽ കാണുന്ന ഭംഗിയെല്ലാം കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും കറക്റ്റാണ്, നല്ല ഭംഗി തന്നെയാണ് ഇതുള്ളത്. ഇതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞാൽ ഇത് പ്രിൻ്റാണ്. ഇതുണ്ടോ, ഇതെല്ലാം പ്രിൻ്റാണ്. കാണിച്ചു തരാം. എല്ലാം പ്രിന്റഡ് വർക്കാട്ടോ ഇതിന് ഉള്ളത്. അപ്പം ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പ്രിന്റഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ എത്ര നാളത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇത് ഒരു വാഷ് ഞാൻ ചെയ്തു, ആ വാഷിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, പോയിട്ടൊന്നുമില്ല. പക്ഷെ ഷോളിൽ നിന്ന് കുറച്ച് സംഭവം ഷോളിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പം ഈ ടോപ്പിൽ നിന്ന് ഒന്നും പോയില്ലെങ്കിൽ തന്നെയും ഷോളിൽ നിന്ന് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഇങ്ങനെ ഒരു പ്രിന്റാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് ഈ ഒരു സംഭവം നിലനിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ റയോൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഈ ഒരു റേറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ, ഞാൻ ഇപ്പോൾ ദൂരെ നിന്ന് കാണിക്കുമ്പോൾ കണ്ടില്ലേ, ഇതല്ലേ ഫുള്ള് ഞാൻ കാണിച്ചു തന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഫുൾ നെക്ക് വർക്കാണ് ഇതുള്ളത്. ഷോളും കൂടെ നമ്മൾ അറ്റാച്ചിലാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ അത് ലാസ്റ്റ് ചെയ്യുന്ന അത്രയും കാലം നല്ല ഭംഗിയായിട്ട് തന്നെ ഇതുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഡ്രസ്സിലോട്ട് പോവാം. ഈ ഞാൻ മീഷോ ഒന്ന് വാങ്ങിയിട്ടുള്ള എൻ്റെ അടുത്ത ഡ്രസ്സ് ഇതാ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഫുൾ ഗൗൺ പോലെയാണ്, ഫുൾ ലെങ്ത് ആണ്. ഇത് ഫാൻസി പ്രെറ്റി കുർത്തീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങാൻ നേരത്ത് 437 ആണ്. ഈ ഒരു ഇത് സ്ലീവ് ഇത്രയാണുള്ളത്.
ഇത്രയും സ്ലീവിലാണുള്ളത്. ഇതൊക്കെ പ്രിൻ്റാണ്, കുറച്ച് പ്രിൻ്റഡ് ആണ്. പക്ഷെ ഞാനിതൊരു 3 തവണ ഞാൻ വാഷ് ചെയ്തു. കാരണം ഞാൻ 3 തവണ ഞാൻ ഇട്ടിട്ടൊന്നും ഇതെനിക്കിത് എന്താ പറയുക, ഈ പ്രിൻ്റ് ഇതുവരെ പോയിട്ടില്ല. ഇത് അങ്ങനെ തന്നെയുണ്ട്. ഇതിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനെ ഒരു അതായത് കാണിച്ചു തരാം. ഇവിടം വരെ ഇതിൻ്റെ ഒരു പ്രിൻ്റ്, ബാക്കിയെല്ലാം ഇങ്ങനെയാണ്. പിന്നെ ഇതിന് 2 വള്ളികളുണ്ട്. നമ്മളിപ്പോൾ സൈസ് നമുക്ക് കുറച്ച് ലൂസ് ആണെങ്കിൽ തന്നെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്താൽ ബാക്കിലോട്ടോ സൈഡിലോട്ടോ ഇങ്ങനെ ബാക്കിലോട്ടോ സൈഡിലോട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ ഈ ഒരു 417 എന്ന് പറയുന്ന ഈ ഒരു റേറ്റിന് ഇത് വാങ്ങുന്നത് ശരിക്കും നല്ല ലാഭമാണ്. കാരണം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിനൊക്കെ തന്നെ ഒരു ഭംഗിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുൾ ഗൗണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് വണ്ണം തോന്നുന്നു എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ റയോൺ പോലെയുള്ള മെറ്റീരിയൽ നമ്മൾ വാങ്ങിയാൽ നമുക്ക് അങ്ങനെ ഒരു വണ്ണം തോന്നലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എൻ്റെ മീഷോൻ്റെ അടുത്ത ഡ്രസ്സ് ഇതാ. അടുത്ത എൻ്റെ ഞാൻ മീഷോന്ന് വാങ്ങിയ കുർത്തിയെന്ന് വെച്ചാൽ ഇതാ ഇപ്പം ഈ കാണുന്നതാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് കുർത്തി. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ തന്നെ ഇതാ അങ്ങനെ ഒരു അടിപൊളി കളറാണ്. ഒരു രക്ഷയില്ല. ഞാനിതിൻ്റെ പിക്ചറൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ ഒരു ബെൽ സ്ലീവ് ഒക്കെ പോലെ, ഇതിന് ബെൽ സ്ലീവ് എന്നാണ് തോന്നുന്നു പറഞ്ഞത്, ഇങ്ങനെ ഒരു സ്ലീവ് ഒക്കെ പോലെ ആണ്. പിന്നെ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നെക്കിൻ്റെ പോർഷനിൽ ഇതാ ഫുള്ള് ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ബട്ടണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ചെറിയൊരു ഞൊറി പോലെ ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. എയർലൈനാണ്. ഇതിൻ്റെ ലെങ്ത് ഏകദേശം ഒരു 43-44 ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്രേ ഉണ്ടാവാറുള്ളൂ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 317 ഇത്രയും നല്ലൊരു കുർത്തി നമുക്ക് കിട്ടത്തില്ല. അത്രയ്ക്കും അതായത് സംഭവം വെറൈറ്റിയുമാണ്, എന്നാൽ സിമ്പിളും ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ടി വെയർ ഒരു ഫംഗ്ഷന് വരെ ജസ്റ്റ് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ വരെ പാകത്തിനുള്ള ഒരു നല്ല ഞാൻ ഇതിന്റെ ഒരെണ്ണം കൂടി എടുക്കാൻ വേണ്ടി ഇതിന്റെ തന്നെ സെയിം ഒരു ബ്ലൂ കളർ ഉണ്ട് കേട്ടോ അതിനകത്ത്. അടിപൊളിയാണ്, അത് അടിപൊളി. അപ്പോൾ ഞാൻ അതും കൂടെ വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 317 ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ വേർഡ്സ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത്രയ്ക്കും നല്ല റയോൺ മെറ്റീരിയലാണ്, അത്രയ്ക്കും നല്ലതാണ്. ഞാനിത് പല തവണ ഇട്ടു, ഒരു 5-6 തവണ ഞാൻ വാഷ് ചെയ്തു, എന്നിട്ടൊന്നും കളറിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഈ സംഭവമുണ്ട്. നമ്മുടെ കറക്റ്റ് സൈസാണ് ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയത്. ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഒതുങ്ങി, കുറച്ചൊക്കെ വണ്ണമുള്ള ബോഡിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ നല്ല ഒതുങ്ങി വണ്ണമൊന്നും തോന്നാത്ത ഭാഗത്തിനൊക്കെ ഇരിക്കും. അത്രയ്ക്ക് നല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇട്ടത് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല പോലെ ഒതുങ്ങി കിടക്കുന്ന ഡ്രസ്സാണിത്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങിക്കും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 310. ഈ കാണുന്ന ഇതൊരു സിമ്പിൾ കുർത്തിയാണ്. ഇത് ക്രീപ്പാണ് കേട്ടോ. ക്രീപ്പാണ് മെറ്റീരിയൽ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് വരെ. ഇത് ഒരു 42-43 ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ. ഇത്രയും ഇറക്കമാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു പ്ലെയിൻ ആണ് കേട്ടോ. പ്ലെയിൻ ബാക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഒരു ഭംഗി കണ്ട് ഞാൻ വാങ്ങിയതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ വാങ്ങാൻ നേരത്ത് 229, അത് 229 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ തീരെ ക്വാളിറ്റി ഒന്നും കാണത്തില്ല എന്നൊക്കെ ലെവലിൽ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ ഈ ഒരു കുർത്തി ഇവിടെ ഇട്ടിട്ട് ഇത് ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യന്മാരല്ല, എല്ലാവരും ഹാഫ് സ്ലീവ് ആണ് കേട്ടോ. ഫുൾ സ്ലീവ് അല്ല, ഹാഫ് സ്ലീവ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നല്ല പോലെ ഇത് ഒതുങ്ങി കിടക്കുകയും ചെയ്യും. അത് നമുക്ക് കേട്ടോ, നിങ്ങളിപ്പോൾ തന്നെ കിടക്കുന്നുണ്ടോ, കറക്റ്റ് നമ്മുടെ സൈസ് എടുത്താൽ മതി. ആ സൈസ് കറക്റ്റ് ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവത്തില്ല. അത്രയ്ക്കും നല്ല. പക്ഷേ ഇത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ക്രീപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ ക്രീപ്പ് ടൈപ്പിലുള്ള ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂട് കാലത്ത് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നല്ലപോലെ നമുക്ക് ബോഡിക്ക് ചൂട് വരും. പക്ഷെ തണുപ്പ് കാലത്ത് അടിപൊളിയായിരിക്കും. കാരണം നമ്മുടെ ആ തണുപ്പൊക്കെ ഒന്ന് മാറി നമ്മുടെ ബോഡിനെ നല്ലപോലെ ആ ഒരു ഹീറ്റൊക്കെ ടെമ്പറേച്ചറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒന്ന് നോർമലാക്കി നിർത്താൻ വേണ്ടി സഹായിക്കും. കാരണം ഇത് ഓൾറെഡി ചൂടാണല്ലോ വരുന്നത്. അപ്പം മാത്രമല്ല ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, നമ്മുടെ ബോഡി നല്ലപോലെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും. ഇതെൻ്റെ ഞാൻ വാങ്ങിയതിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ്സിൽ അടുത്തതാണ് കേട്ടോ. ഇത് അത്രയ്ക്കും ഞാൻ ഇട്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് എന്ന് എന്നോട് എല്ലാവരും പറഞ്ഞ ഒരു കുർത്തിയാണ് ഈ ഒരു കുർത്തി കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്ന ഡ്രസ്സുകളുണ്ടല്ലോ, ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ പല കാരണങ്ങളുണ്ട്. ചിലത് എനിക്ക് ലൂസ് ആയതുണ്ടാവും, ചിലത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഇതാണ് അടുത്തൊരു കുർത്തി കേട്ടോ. ഇത് കണ്ടോ, ഇതിന് ഇത്രയും ലെങ്ത് ഉണ്ട്. ഇത് സംഭവം നമ്മുടെ ബോഡിയിൽ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് കോട്ടൺ കുർത്തി എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇത് അങ്ങനെ ഒരു കോട്ടൺ അല്ല, ഇതൊരു കോട്ടൺ മിക്സ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പ്യുവർ കോട്ടൺ അല്ല ഇത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 387 ആണ് നമ്മുടെ ബോഡിയിൽ. പിന്നെ ഞാൻ ഫീൽ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു മോശം ഭാഗം എന്ന് വെച്ചാൽ ഇത് ട്രാൻസ്പെറൻ്റ് ആണ് കണ്ടോ. നമ്മൾ ഉള്ളിൽ കിടക്കുന്നത് പുറത്തോട്ട് കാണും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നേഴ്സ് വേറെ ഇപ്പം എന്താ പറയുക കമ്മീസോള് പോലത്തെ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഇട്ടെങ്കിൽ മാത്രമേ നമുക്കത് റെഡി ആവത്തുള്ളൂ. പക്ഷേ ഇത് സംഭവം നല്ലതാണ്. ഇത് ഞാൻ വാഷ് ചെയ്തതാണ്. വാഷ് ചെയ്തിട്ട് കളർ
ഒട്ടും പോകുന്നില്ല. നമുക്ക് പുറത്തൊക്കെ എവിടെ വേണേലും ഉപയോഗിക്കാനായിട്ടും നല്ലതാണ് കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ സൈസിന് എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് സൈസ് നല്ല ലൂസായിരുന്നു. കാരണം ഞാൻ മീഷോന്ന് ഞാൻ എക്സൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ലൂസായിരിക്കും. മീഷോന്ന് എനിക്ക് മീഡിയം ലാർജ് ഒക്കെയാണ് എൻ്റെ ബോഡിക്ക് സ്യൂട്ട് ആവുന്നത്. അപ്പോൾ ഇതെനിക്ക് ലൂസാണ്, റീസ്റ്റിച്ച് ചെയ്താണ്. എന്നിട്ട് കൂടെ എനിക്കിത് ലൂസാണ് കേട്ടോ. പക്ഷെ നല്ല മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തേക്ക് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സംഭവം അതുപോലെ തന്നെയാണ്. നല്ല ബോഡിയിലൊക്കെ നല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും. അടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ക്രീപ്പിൻ്റെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു കുർത്തിയാണ്. ഇത് സ്ലിറ്റ് ഉള്ളതാണ്, സൈഡ് ഓപ്പൺ ഒക്കെ ഉള്ളതാണ്. ഇത് കണ്ടോ. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞു നമുക്ക് ചൂടുകാലത്ത് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മുടെ ബോഡിയിൽ നല്ലപോലെ ഒതുങ്ങി കിടക്കും. ഞാൻ ഇതിൻ്റെ എക്സൽ സൈസാണ് വാങ്ങിയത്. അപ്പോൾ എനിക്കത് ലൂസാണ്. കാരണം എനിക്ക് ഇതിൻ്റെ ഒരു മീഡിയം ലാർജ് ഒക്കെയാണ് എനിക്ക് സെറ്റ് ആവുന്നുണ്ടായിരുന്നത്. ഇത് അതിന് പ്ലെയിൻ ആണ്. ഇങ്ങനെ നല്ല വർക്കാണ്. 3/4 സ്ലീവാണ്. വാഷ് ചെയ്താൽ പോകത്തില്ല. ഞാൻ പല തവണ ഞാനിത് ഉപയോഗിച്ചാണ്. ഞാൻ വീട്ടിലിടുവാണ് ചെയ്തത്. എനിക്ക് നല്ല ലൂസായിട്ട് റീസ്റ്റിച്ച് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു ത്രെഡൊക്കെ വെച്ചിട്ട് അത് ടൈ ഒക്കെ ചെയ്യാൻ പാകത്തിനായിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഷേപ്പിൽ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് അവനവൻ്റെ കറക്റ്റ് സൈസിൽ മീഷോയിൽ പറഞ്ഞിരിക്കുന്ന സൈസിൽ തന്നെ നമ്മൾ വാങ്ങണമെന്നുള്ളൂ. ഇതിൻ്റെ റേറ്റും 268 രൂപയുള്ളൂ. അപ്പോൾ നമുക്ക് ചിന്തിച്ച് നോക്കുക, നല്ല ഡ്രസ്സാണ്. 268 രൂപയ്ക്കൊക്കെ ഡബിൾ വേർത്ത് എന്ന് വേണം നമുക്ക് ഇതിനെ പറയാൻ കേട്ടോ. അടുത്ത എൻ്റെ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയ ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വരത്തേക്കേ ഉണ്ടാകത്തുള്ളൂ ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത്. പക്ഷെ ഇത് ഫുള്ള് എംബ്രോയിഡറി വർക്കാണ്. അതായത് നല്ല ഹൈ ക്വാളിറ്റി എംബ്രോയിഡറി വർക്കാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. നെക്കിലാണെങ്കിൽ കൂടെ അങ്ങനെ തന്നെയാണുള്ളത്. കണ്ടോ, നമ്മളപ്പോൾ ഇതിന്റെ ലെങ്ത് ഇങ്ങനെ ഒരു ലെങ്ത് ആണ്. ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു ഓപ്പണിംഗ് ഉണ്ട്. ഞാനിത് പിക്ചർ സൈഡിൽ കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എനിക്കിത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര വലിയ സൈസായിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സൈസ് XXL എടുത്തു. എൻ്റെ ഒരു കാര്യം പറയണേ, XXL എടുത്തിട്ട് അവസാനം എന്തായി ഇതിനകത്ത് എന്നെപ്പോലെ ഒരാൾക്കും കൂടെ കയറാം. അത്രയ്ക്കും ലൂസാണിത്. അപ്പോൾ ഇത് ഞാൻ റീസ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ റീസ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കൈയൊക്കെ സൈസ് എല്ലാം കറക്റ്റ് ആയിട്ടാണ് ഇരിക്കും. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ്. ഇത് റയോൺ മെറ്റീരിയലുമാണ്. ഇതിൻ്റെ റേറ്റ് 466 ആട്ടോ ഇതിൻ്റെ റേറ്റ്. അപ്പോൾ പിന്നെ മാത്രമേ ഇതിനൊരു പോക്കറ്റ് ഒക്കെ ഉണ്ട് ഈ സൈഡിൽ. ഒരു സൈഡിൽ ഇപ്പുറ സൈഡിൽ കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ ഇങ്ങനെ താഴെ വരെ പോകുന്നത്. ഇത് ബട്ടണാണ്. ബട്ടൺ ഈ എംബ്രോയിഡറി വർക്കിൻ്റെ തന്നെ ബട്ടൺ ഇങ്ങനെ താഴോട്ട് പോകുന്നതും ഉണ്ട്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും മീഷോയിലുള്ള പോലെ തന്നെ കറക്റ്റ് സൈസ് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ കാണിച്ച സൈസിൻ്റെ അബദ്ധം നിങ്ങൾ കാണിക്കരുത്. കാരണം എനിക്ക് നോർമലി എൻ്റെ സൈസ് ഞാൻ XL ആണല്ലോ എടുക്കുന്നതെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇതൊക്കെ XLും XXL ഒക്കെ നോക്കി എടുത്തോണ്ടിരുന്നത്, കുറച്ച് ലൂസ് ഇരിക്കട്ടെ എന്ന് ഓർത്ത്. പക്ഷേ മീഷോയിൽ നമ്മൾ അതിനകത്ത് നോക്കിയിട്ട് അവർ ആ പറയുന്ന സൈസ് ചാർട്ട് പ്രകാരം എടുത്തില്ലെന്നുണ്ടെങ്കിൽ നല്ലപോലെ ലൂസായിട്ടുണ്ടാവും. അടുത്ത എൻ്റെ കുർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിങ്ങനെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഒരു ടൈ ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സൈഡിൽ സ്ലിറ്റാണ്. സൈഡ് സ്ലിറ്റാണ് ഇതിനുള്ളത്. രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോ വള്ളിയൊക്കെ ഇങ്ങനെ തൂക്കി കിടപ്പുണ്ട്. ഇത് സ്ലീവ്ലെസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇവർ കൈ എക്സ്ട്രാ വെച്ചിട്ടൊന്നുമില്ല. വേറെ സ്ലീവും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുകൂടെ നോക്കിയതുണ്ടോ എന്നുള്ളത്. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോ സൈഡ് കാണിക്കാം. അതുപോലെ ഉണ്ടാവും. അപ്പം ഞാനൊരു ജാക്കറ്റിന് പെയർ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പം ഇത് അങ്ങനെ ജാക്കറ്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ട് കാണിക്കുക. ജാക്കറ്റ് അവിടെ വയനാട് വീട്ടിലായിപ്പോയി. പിന്നെ ഇത് അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടേ പറ്റത്തുള്ളൂ. കാരണം വളരെ തിന്നാണ്. റയോൺ മെറ്റീരിയലാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നല്ല പോലെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ ഇത് കിടക്കുകയും ചെയ്യും. എനിക്ക് ഇഷ്ടമാട്ടോ ഇത്. അത്രയ്ക്ക് നല്ലൊരു ഡ്രസ്സാണ്. കാരണം നിങ്ങൾക്ക് ലെങ്ത് ഉണ്ട്. നല്ല താഴെ വരെ നമുക്ക് ലെങ്ത്തും ഉണ്ട്. ബോഡിയിൽ നല്ല പോലെ കിടക്കുകയും ചെയ്യും. ജസ്റ്റ് 263 രൂപയേ ഉള്ളൂ. അതിനൊക്കെ നമുക്കിത് വർത്താണ്. ഒരു സ്ലീവ്ലെസ് ഇടാൻ താല്പര്യമുള്ളവർക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടാം. അല്ലാത്തവർക്ക് ഇപ്പോൾ എനിക്ക് സ്ലീവ്ലെസ് എപ്പോഴും താല്പര്യമില്ല. ഇതിനെനിക്ക് എന്തായാലും ഒരു ജാക്കറ്റ് പെയർ ചെയ്ത് ഇടണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ ആ ലെവലിൽ കാണിക്കാത്തത് കേട്ടോ. അടുത്ത എൻ്റെ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വെച്ചേക്കോട്ടെ. കാരണം സൈസിനൊരു ഇഷ്യൂ ഉണ്ട്. എനിക്കിത് XL സൈസ് തന്നെ വേണം. ഇത് ലാർജ് നോർമലി അവരുടെ സൈസ് വെച്ച് എടുത്തിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ എനിക്കത് പോരായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എനിക്ക് അങ്ങനെ ടൈറ്റിൽ എനിക്ക് ഇഷ്ടമല്ല. ഇതൊരു ബനിയൻ ക്ലോത്ത് പോലെയാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല ഡ്രസ്സാണ്. ഇത് ഞാൻ ഗൗൺ ടൈപ്പ്. ഇനിയിപ്പോൾ ഞാൻ അബുദാബിയിലൊക്കെ പോകുന്നെങ്കിൽ ഈ ഫ്രോക്ക് ടൈപ്പിലോ അങ്ങനത്തെ ഗൗൺ ടൈപ്പിലുള്ള ഡ്രസ്സൊക്കെ എനിക്ക് അവിടെ ഇടാൻ വേണ്ടി അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. നല്ല ഷേപ്പിൽ കിടക്കുകയും ചെയ്യും. നല്ല ബനി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ചുമ്മാ ലോക്കൽ ബനി മെറ്റീരിയൽ ഒന്നുമല്ല. നല്ല തിക്കായിട്ടുള്ള ബനി മെറ്റീരിയലാണിത്. 3/4 കൈയാണുള്ളത്. ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിക്കേ ഇത് കിടക്കുന്ന കാണാൻ തന്നെ. അപ്പോൾ ഞാനിത് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് കിടക്കും കേട്ടോ. നല്ല ഷേപ്പിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 498 ഇതിൻ്റെ റേറ്റും ഉള്ളൂ. അപ്പോൾ ഞാനത് എക്സ്ചേഞ്ചിന് വേണ്ടി വെച്ചിരിക്കും കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ അടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും വാങ്ങാം കേട്ടോ. അത്ര നിങ്ങൾക്ക് അടി പാൻറ് ഇട്ടിട്ട് വേണം നിങ്ങൾക്ക് ഇടാം. നല്ല ലെങ്ത് ഉണ്ട് ഇതിന്. നല്ല
നല്ലപോലെ നമ്മുടെ ബോഡിക്ക് ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയത് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫോട്ടോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 ടീഷർട്ടാണ് വാങ്ങിയത്. ട്രെൻഡി വുമൺ കോട്ടൺ ടീഷർട്ട് എന്ന് കണ്ടുകൊണ്ടാണ് എടുത്തത്. പക്ഷെ കോട്ടൺ അല്ല, സംഭവം ബനിയൻ ക്ലോത്ത് തന്നെയാണ്. 336-ന് 2 ഈ ഒരു ടീഷർട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞ സൈസ് പ്രകാരം ഞാനിത് എടുത്തിട്ട് എനിക്കിത് ടൈറ്റ് ആണ്. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഞാൻ പിന്നെ റിട്ടേൺ ചെയ്യാനുള്ള മടി കാരണം ഞാൻ കറക്റ്റ് ബോഡിയിൽ ഫിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ടൈറ്റ് ആവുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ മാറ്റി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും മെലിയുന്ന സമയത്ത് കുറച്ചുകൂടെ മെലിഞ്ഞാൽ ഇടാമല്ലോ എന്നും കരുതിക്കൊണ്ട്. അപ്പോൾ സംഭവം നല്ലതാണ്, ലെങ്ത് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചില വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാരണം എൻ്റെ കറക്റ്റ് ബോഡിയിലെ സൈസിലാണ് ഇതുള്ളത് തന്നെ കേട്ടോ. പക്ഷെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലതാണ്. എനിക്ക് കുറച്ച് ടൈറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു സൈസിൻ്റെ കാര്യത്തിൽ. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു ജാക്കറ്റാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് എല്ലാത്തിനും സ്ലീവ്ലെസ് ആയിട്ടുള്ള ജാക്കറ്റ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി ഇങ്ങനെ ഒരു ജാക്കറ്റ് വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 375 ഉള്ളൂ. സൂപ്പർ ക്വാളിറ്റിയാണ്. ഇത് വയനാട് വീട്ടിലായിപ്പോയി, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റാത്തത്. സൂപ്പർ ക്വാളിറ്റിയാണ്. കണ്ണ് വരച്ച് വാങ്ങാം. ഒരു ഡാമേജോ ഒരു പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. 375-ന് ഇതിങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു നമ്മൾ ഈ ഡ്രസ്സിൻ്റെ മുകളിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ മുത്തുകളാണ്, ഈ ഒരു പേൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും നല്ല ഒരു സിമ്പിളും ആണ് എലഗൻറ്റും ആണെന്ന് പറയും പോലെ ഒരു ലുക്കാണ് ഈ ഒരു ജാക്കറ്റിനുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കണ്ണ് വരച്ച് വാങ്ങാവുന്ന ഒരു ജാക്കറ്റാണ് കേട്ടോ ഇത്. ആരെങ്കിലും ഇങ്ങനത്തെ ജാക്കറ്റുകൾ നോക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ മീഷോവിൻ്റെ എൻ്റെ ഡ്രസ് കോഡ് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തിനാണ് ഒരുപാട് ക്യാഷ് ഡ്രസ്സ് വാങ്ങി കളയുന്നത്. ഇത്രയും ചെറിയ റേറ്റിൽ ഇത്രയും നല്ല, അതായത് ഞാൻ പറയും 200 രൂപയ്ക്ക് പോലും ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ, 200-ന്റെ ഡ്രസ്സാണിത്. ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വലിയ എമൗണ്ട് കൊണ്ടുപോയി നമ്മൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ ഡ്രസ്സിൻ്റെയും കോഡുകൾ ഞാൻ താഴെ കൊടുത്തിരിക്കാം. മീഷോ ആപ്പ് ഇല്ലാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതിനകത്ത് കയറി ജോയിൻ ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ. നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ആമസോണിനേക്കാളും കളക്ഷൻസ് കൂടുതലുണ്ട് മീഷോയ്ക്കകത്ത് നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മീഷോയ്ക്കകത്ത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക, കാരണം ഞാൻ പറഞ്ഞില്ല വണ്ടികളൊക്കെ റോഡ് സൈഡിലുള്ള വീടാണ്, ഒരുപാട് സൗണ്ടുകൾ ഹോണടിയൊക്കെ നിങ്ങൾ കേൾക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.